അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പോയ സൗണ്ട് ഇനിയും തിരിച്ചു വന്നിട്ടില്ല ഗൈസ്. എന്താണ് ഇനിയിപ്പോൾ ഞാൻ ചെയ്യാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനും ഇക്കയും കൂടെ പുറപ്പെട്ടു പോകുന്നത് എൻ്റെ തലവര മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഇവൾക്ക് കുഴപ്പം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണം എന്ന് വിചാരിച്ച ഒരു സംഭവമായിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ കഹാനിയിലുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെന്നുള്ളവർ ഓർഡർ ചെയ്യുക കേട്ടോ. കഹാനിയുടെ പേജിൽ കയറുക, DM ചെയ്യുക. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, DM ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1995 രൂപയാണ്. മാക്സി ടൈപ്പ് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. കംഫർട്ടാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് XL ആണ് കേട്ടോ. എനിക്ക് എപ്പോഴും കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് തന്നെ വേണം ഇപ്പോൾ. അതാണ് എൻ്റെ ഒരു ബോഡിക്ക് കംഫർട്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇക്കയും കൂടെയും കോയമ്പത്തൂരിലോട്ടാണ് പോകുന്നത്. എന്ത് തലവരെയാണ് എനിക്ക് എന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. കുറേ കാലമായിട്ട് ആൾക്കാർ എന്നോട് പറയാറുണ്ട്, നീ നിന്റെ ഫോണൊന്ന് മാറ്റി, എന്തൊരു വരെയാണിത്, എത്ര ലൈനാണിത് എന്നൊക്കെ. ഏകദേശം ഒരു 10-20 ലൈനെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ അതില്. അപ്പൊ ഞാൻ വിചാരിക്കും ശരി 2 ലൈനും കൂടി വരട്ടെ. അങ്ങനെ 2 ലൈന് വീണ്ടും വരും. പിന്നെ വിചാരിക്കും ഇച്ചിരി കൂടി കഴിയട്ടെ. അങ്ങനെ വിചാരിച്ച് അവസാനം എനിക്ക് തന്നെ എൻ്റെ ഫോൺ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ തലവര മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ പ്രോസോൺ മോളിലാണ് സാധാരണ OnePlusന്റെ ഇതുണ്ടാവാറ്, ഷോറൂം ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞ 2 വർഷം മുന്നെയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പോയിട്ട് സെറ്റാക്കി കൊണ്ടുവന്നത്. എനിക്ക് OnePlus ഫോൺ മാറ്റാൻ ഒട്ടും ഇഷ്ടമല്ലാത്തതിൻ്റെ റീസൺ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ കോയമ്പത്തൂർ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അവിടുത്തെ ഹൈക്കോടതിയാണ് കേട്ടോ ഈ കാണുന്നത്. ഭയങ്കര ബിഗ് കേട്ടോ, ഭയങ്കര ഇനിയും ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ പോയി ഇവിടെ എത്തി. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേരൊന്നും നമുക്ക് അറിയില്ല. അപ്പോൾ പ്രോസോൺ മോൾ ലക്ഷ്യമിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. അവിടെ ഒരുപാട് ക്രൗഡൊന്നും ഇല്ലാത്ത ഒരു മാളാണ്. പിന്നെ തിരക്കൊന്നും ഇഷ്ടപ്പെടാത്ത, അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി മാളാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് കളിക്കാനും കാണാനും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞങ്ങൾ അതിൻ്റെ പാർക്കിംഗ് ഏരിയ ഒക്കെ നോക്കുമ്പോൾ ഒട്ടും ആൾക്കാരില്ല കേട്ടോ. അവസാനം ഞങ്ങൾ ഉള്ളിൽ തന്നെ പാർക്ക്. സാധാരണ ഈവനിങ് ടൈമിലൊക്കെ പോകുമ്പോൾ ഇവിടേക്ക് നിറയെ ഉണ്ടാവാറുണ്ട് വണ്ടി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫുള്ള് ഒഴിഞ്ഞു കിടക്കുന്നു. പിന്നെ എല്ലാവരും പകൽ സമയത്ത് അവരുടേതായ ജോലിയിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ട് ഇരിക്കുകയായിരിക്കില്ലേ. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പോയി അവിടെ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തു കേട്ടോ. ഭയങ്കര വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ലുലു ഒക്കെ കോയമ്പത്തൂർ വന്ന ശേഷം ഇതിനൊരു ക്ഷീണം തട്ടി പോകുന്നൊരു ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ലേ, ഓരോന്ന് പുതിയത് വരുമ്പോൾ അവിടെയുള്ള പഴയതിന്റെ വാല്യൂ പോകും. ഇപ്പം പൊതുവായി നമ്മൾ കാണുന്നത് അതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ പല ബിസിനസ്സിലോട്ടും ഇറങ്ങിത്തിരിക്കാൻ ഭയങ്കര പേടിയുള്ള കാര്യം. പ്രത്യേകിച്ച് റെസ്റ്റോറന്റ് ഫീൽഡിലൊക്കെ എനിക്ക് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു അത്. പക്ഷെ ഇപ്പൊ നല്ല പേടിയാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ മാളിന്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അതാണ് കണ്ടത്. എസ്കുലേറ്ററിലെ മുകളിലോട്ട് പോയി. ഇതെല്ലാം നല്ല രസമുണ്ട് അല്ലേ കാണാൻ. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അവിടെ കാണാൻ. പിന്നെ സുഡിയോ, മാക്സ്, റിലയൻസ് ട്രെൻഡ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ടേസ്റ്റിന് അവിടെ കിട്ടുമോ ചോദിച്ചാൽ ഇല്ല. ഞാൻ 2 കഫ്താൻ കണ്ടെങ്കിലും ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്ക് അത്രക്ക് അങ്ങ് പറ്റിയില്ല. ഇവിടെയൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയതും കാണാൻ പറ്റിയ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ്. അങ്ങനെ ഫസ്റ്റ് പോയതും ഞാൻ വേഗം ബാത്റൂമിലോട്ടാണ് പോയത് കേട്ടോ. ഇത്രയും യാത്ര കഴിഞ്ഞ് പോയി ഒന്ന് ഫ്രഷ് ആവാന്ന് വിചാരിച്ചു. എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ OnePlusന്റെ ഷോറൂമിലേക്ക് പോയതും അവര് പറഞ്ഞു ഇവിടെ ഇപ്പൊ സർവീസ് ഇല്ലോ എന്ന്. ആകെ ബ്ലിങ്കസി എന്ന് പറഞ്ഞാലും പോരാ. ഇനിയും 10 കിലോമീറ്റർ ദൂരം ഞങ്ങൾക്ക് സഞ്ചരിക്കാനുണ്ട് OnePlusന്റെ ഷോറൂമിലേക്ക്. അപ്പൊ എന്തായാലും വന്നതല്ലേ പറഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ ഈ കാണുന്നത്. അതായത്
വേഫിൾസ്. അപ്പൊ ഞാൻ ന്യൂട്ടെല്ലയുടെ എടുത്തു, ഇക്ക വൈറ്റ് ചോക്ലേറ്റും എടുത്തു. പിന്നെ അപ്പുറത്ത് തന്നെ കോണും ഉണ്ടായിരുന്നു. മെക്സിക്കൻ കോണാണ് കേട്ടോ ഞാൻ എടുത്തത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇക്ക പിന്നെ എന്തോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാട്ടോ എടുത്തത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചു. ബബിൾ ടീ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചെന്നില്ല, എനിക്ക് അല്ലെങ്കിൽ ചുമയല്ലേ കുടിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ബബിൾ ടീ. ഞാൻ ഇവിടുന്നാണ് ഫസ്റ്റ് അത് കഴിച്ചത്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം പോകുമ്പോ എന്തായാലും ചുമയാണെങ്കിലും ഞാൻ വിടൂല. അപ്പോ എൻ്റെ ന്യൂട്ടെല്ല എന്തായാലും തീറ്റ അത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വേസ്റ്റ് ബിന്നിൽ നമ്മൾ ആ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്ന് ഓരോ ഭാഗത്തും നമ്മൾ കേറിയിട്ട് അവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ, എങ്ങനെയുണ്ട് ക്വാളിറ്റി. അത്യാവശ്യം പ്രൈസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചു പോവാണ്. ഇനിയും 10 കിലോമീറ്റർ അപ്പുറത്ത് വേണം നമുക്ക് പോവാന്. പോയി അവിടെയാണ് ഷോറൂം. അപ്പൊ എന്തായാലും നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ, അപ്പൊ അത് നേരാക്കിയിട്ടേ പോവുള്ളൂ എന്നുള്ള ഒരു ഇതില് ആദ്യം ഇങ്ങനെ വിചാരിച്ചു ഇനിയും പോണ്ടേ, നേരെ വീട്ടിൽ പോയാലോ. പിന്നെ തോന്നി ഇനി ഇതിനായിട്ട് ഞാൻ വരുന്ന എനിക്ക് തോന്നുന്നില്ല, എന്റെ ഫോണിന്റെ തല വരെ എനിക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചു. വെയിലത്ത് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ മുഖം എന്തൊരു ഗ്ലോ അല്ലേ. ഞാൻ ഇക്കാനോട് പറഞ്ഞേ വെയിലത്തായതുകൊണ്ട് ഹൈലൈറ്ററിന്റെ ആവശ്യമൊന്നുമില്ല, എന്തൊരു ഭംഗിയെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വയടിച്ചുകൊണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഡ്രസ്സിൽ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ കുറച്ച് ഗുണ്ടുമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഗുണ്ടുമൊക്കെ തന്നെയാണ്. ഇക്കയും കുറച്ച് തടിച്ചിട്ടുണ്ട് കേട്ടോ. കോഴിക്കോടല്ലേ ഇരിക്കുന്നേ. പിന്നെ നമ്മള് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. എനിക്ക് സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഫോണും കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോ അവര് പറഞ്ഞു 1 hour എങ്കിലും ആവും, നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് വന്നോ എന്ന് പറഞ്ഞു. ഒരു വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ. തൊട്ടടുത്തുള്ള ഒരു നല്ല മെസ്സോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു മെസ്സിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ജസ്റ്റ് അപ്പുറത്ത് തന്നെ കേട്ടോ, ക്രോസ് ചെയ്താൽ മതി. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടുന്ന് എനിക്കെന്തോ പെട്ടെന്ന് നല്ല നാടൻ റാവുത്തർ ബിരിയാണി കഴിക്കാനാണ് പൂതിയായത് കേട്ടോ. അപ്പോ മെനു ഒക്കെ ഉണ്ട്, നല്ല ആംബിയൻസ് ആണ്. പുറമെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഉള്ളിലും ഇരിക്കുക. അപ്പൊ ഞങ്ങൾ എന്ത് വിചാരിച്ചു പുറത്തിരിക്കുക, ഇങ്ങനെ കാറ്റ് വരുന്നുണ്ട. ഞാൻ വിചാരിച്ചു നാച്ചുറൽ ആയിട്ടുള്ള കാറ്റാണ്. നോക്കുമ്പോ അപ്പുറത്ത് 2 വലിയ ഫാൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇക്ക ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്, മിക്സഡ്. പിന്നെ ഒരു മട്ടന്റെ പെപ്പർ മട്ടൻ എടുത്തു. പിന്നെ ചിക്കന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഫുഡ് ഞങ്ങൾക്ക് ഓവറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരൊറ്റ ഫ്രൈഡ് റൈസ് മതിയായിരുന്നു, ബിരിയാണിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ബിരിയാണി കഴിക്കാൻ പൂതി, ഇക്കാക്കാണെങ്കിൽ പുറത്തിറങ്ങിയ ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല, മട്ടൻ ബിരിയാണി കഴിക്കുള്ളൂ കേട്ടോ. അവിടെ മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങള് ഫുഡെല്ലാം വന്നത് സെർവ് ചെയ്തെടുത്ത് ഇനി കഴിക്കുകയാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല നാടൻ. പക്ഷെ എനിക്കുണ്ടല്ലോ ഓലപ്പുരയിലൊക്കെ കിട്ടില്ല, ഓല മീന് ഇങ്ങനെ ഹോട്ടലുകൾ ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകൾ ഉണ്ടാവും, അവിടുന്ന് കഴിക്കാനായിരുന്നു എനിക്ക് പൂതി. പക്ഷെ അവിടെ ഇല്ലാന്ന് തോന്നുന്നു. നമ്മള് എപ്പോഴൊക്കെയോ ട്രിപ്പ് പോയപ്പോ തിരിച്ചു വരുമ്പോ അങ്ങനത്തെ കടകളിൽ കയറി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. ഇത് സാലിനയാണ് കേട്ടോ. ഇവിടെ കോയമ്പത്തൂരൊക്കെ ബിരിയാണിക്ക് സാലിന കൊടുക്കും, നമ്മളവിടെ കായച്ചാറ് കൊടുക്കും കേട്ടോ. അങ്ങനെ സാലിന ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി. എനിക്കിഷ്ടമൊന്നുമില്ല കേട്ടോ ബിരിയാണിയിൽ ഒഴിച്ച് കഴിക്കുന്നത്, പക്ഷെ എനിക്ക് ഈ ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ. പലരും ഇതിനെ ഇറച്ചിച്ചോറ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയലുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബില്ലും പേ ചെയ്ത് ബാക്കിയുള്ള ഫുഡിന് നമ്മൾ പാർസലും എടുത്തു. വീണ്ടും നമ്മള് ഷോറൂമിലോട്ട് തന്നെ പോയി. അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തില് ഇതിനൊക്കെ പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ടി വരും എന്ന് തോന്നുന്നു കേട്ടോ. കേട്ടിട്ടുണ്ട്. കോയമ്പത്തൂരിലായതുകൊണ്ട് 1 രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല കേട്ടോ. നല്ല സർവീസ് ആയിരുന്നു. അപ്പോ നമ്മൾ അതിനൊന്നും പേ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവര് ഡിസ്പ്ലേ ഒക്കെ മാറ്റി തന്നു. ഇനിയിപ്പോ എന്നാണ് ഇങ്ങനെ വരിക എന്നറിയില്ല. വന്ന ആ ഫോണ് അപ്പോഴും എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പോകും. കാരണം 46,000 രൂപ കൊടുത്ത് മേടിച്ച ഫോണായിരുന്നു കേട്ടോ. കുറച്ച് വർഷം മുന്നെയാണ്, 5-6 വർഷം മുന്നേ മേടിച്ച ഫോണാണ്. അപ്പോ ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോണ്. ഇനിയും ഒരു കേടോ ഒന്നും ഇല്ല അതിന്. അതുകൊണ്ടാണ് എനിക്കത് കളയാൻ, അതായത് നമുക്കത് കൊടുത്ത് വേറെ മേടിക്കാൻ തോന്നാത്തത്. അതേപോലെ തന്നെയാണ് iPhone 14 Pro Maxും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വീണ്ടും എത്ര iPhone ഇറങ്ങിയാൽ
പോലും എനിക്കിത് മാറ്റാൻ തോന്നിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് അപ്പൊ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വന്നു. നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമുക്ക് പോകാനുള്ള എക്സ്പെൻസ്, ഫുഡിനുള്ള എക്സ്പെൻസ് മാത്രമേ നമ്മുടെ കയ്യിൽ നിന്ന് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഒന്നും നമുക്ക് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. നമുക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. ഈ വ്ളോഗിൽ എന്തായാലും റിപ്ലൈ എനിക്ക് തരാൻ പറ്റില്ല, ചെറിയൊരു വ്ളോഗല്ലേ ഇത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെയും കുറച്ചും കൂടെ ലെങ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു റെസിപ്പിയും കൂടി ആഡ് ചെയ്ത് ഇട്ടത്. അങ്ങനെ നമ്മളിതാ വീട്ടിലോട്ട് തിരിച്ചെത്തി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇതിപ്പോ നമ്മുടെ സോയ ഫ്രൈ ആണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ FBയും യൂട്യൂബും ഇൻസ്റ്റയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അതുപോലെ നമ്മുടെ കഹാനിയുടെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം. എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായിക്കന്നെ ലൈക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും പ്രതീക്ഷിക്കുന്നു. ബൈ.